എന്നാൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്കിയാട്ടെ, 3 മരുമക്കൾ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 100 പവന്റെ പണ്ടം നമ്മുടെ വീട്ടിലുണ്ടാവും. 3 മരുമക്കൾ ഉണ്ടെങ്കിൽ ഈ 3 മരുമക്കളുടെ 100 പവന് 2.5 പവൻ ഓരോ വർഷത്തിലും നമ്മൾ സക്കാത്ത് കൊടുക്കണം. 2.5 പവൻ, അതാണ് അതിന്റെ കണക്ക്. 100 പവന്. അത് നമ്മളെ പോലുള്ള ആളുകളോട് ചിലപ്പോൾ ചോദിച്ചാൽ, യൂസഫ് നബി സാഹിബൊക്കെയാണ് മറുപടി പറയേണ്ടത്. ചില ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കും, ഞാൻ വിവാദം പ്രസംഗിക്കല്ലേ, അതിൽ നമുക്ക് സംഘടന ഉസ്താദുമാർ തന്നെയാണ് അതിന് മറുപടിയും കൊടുക്കേണ്ടത്, ഞാനല്ല. അന്നത്തെ ദിവസം സക്കാത്ത് കൊടുക്കാറാകുമ്പോൾ ഒരാഴ്ച അങ്ങനെ കെട്ടിട്ട് നടന്നാൽ മതി. ആണ്ട് കണ്ട് പോകുമ്പോഴൊക്കെ ആ പണ്ടം മുഴുവൻ ഇടുക. അപ്പൊ അത് ഉപകരിക്കുന്ന പണ്ടമായിട്ട് മാറുന്ന നേരെ ഫത്വ കൊടുത്തിട്ടുണ്ട്. അത്ര ഇങ്ങനെ അള്ളാനെ പറ്റിച്ച് നടക്കുക നമ്മൾ. എന്ന് പറഞ്ഞാൽ 100 പവൻ ഒന്നാകെ ഇട്ടണിച്ച് നടക്കുക. ഞാൻ ഉപയോഗിക്കുന്ന പണ്ടത്തിന് സക്കാത്ത് കൊടുക്കണ്ടല്ലോ, അതുവരെ അൽമാറയിൽ വെക്കുക. സക്കാത്ത് കൊടുക്കാൻ വർഷം തികയുമ്പോൾ 100 പവൻ ഇട്ട് നടക്കുക. എന്നിട്ട് ഒരു ആഴ്ച കഴിഞ്ഞാൽ സക്കാത്തിന്റെ സമയം കഴിയുമല്ലോ, അപ്പം എന്നിട്ട് പിന്നെയും പൂട്ടിയേക്കുക, എന്നിട്ട് പഠിച്ചവനെ പറ്റിക്കുക. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം കൊടുക്കേണ്ടത് കൊടുത്തേ പറ്റൂ, നമ്മൾ ചെയ്യേണ്ടത് ചെയ്തേ പറ്റൂ. അപ്പൊ ബജറ്റിംഗ് ആണ് എൻ്റെ ഇത്. ഞാൻ ആ വിഷയത്തിലേക്ക് ഒന്നും കൂടി അതിലേക്ക് മാത്രം ഒതുങ്ങുകയാണ്. എന്ന് വെച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത് ഒന്ന് വീടാണ്. വീട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന് നമുക്ക് ക്ലോസ് ആൻഡ് മറ്റ് നീഡ്സ് എന്ന് പറഞ്ഞ മറ്റുള്ള കാര്യങ്ങളാണ്. പിന്നൊന്ന് കുട്ടികളുടെ എഡ്യൂക്കേഷനാണ്. പിന്നൊന്ന് ഹെൽത്താണ്, കുട്ടികളുടെ ആരോഗ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഓരോ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു. അതിനൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് ചെലവുകൾ വരുന്നു. അപ്പൊ അതും കൂടി നമ്മൾ ഫാമിലി ബജറ്റിൽ ഇടേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് അസുഖം തരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അള്ളാഹുവിലേക്ക് നമുക്ക് തവക്കുലാക്കാം. തവക്കുലാക്കി മുന്നോട്ട് പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾക്ക് അസുഖം ഇല്ലാതെ പടച്ചോൻ തന്നെ കാത്തോളും. ഞാനിത് അത്ര ഒരു ഇതായിട്ട് അങ്ങനെ പറയല്ല. എന്നാലും തവക്കുലാക്കുമ്പോൾ അതുണ്ടാകും ഇൻഷാ അല്ലാഹ്. നമ്മൾ അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്നൊക്കെ പറയണല്ലോ. അതായത് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ എടുത്തു പറയണമെന്നാണ്. ഇതിൽ ഒരു അസുഖവും വരാത്ത ഇഷ്ടം പോലെ മക്കളുള്ള ആൾക്കാർ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. മക്കൾ 4 പേരുണ്ടായിട്ട് ഇതുവരെ ഒരു അസുഖമോ അഡ്മിറ്റോ ആക്കാതെ എത്രയോ രക്ഷിതാക്കൾ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടാവും. ദീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദി കൂടിയാണ്. ദീനെന്ന് പറഞ്ഞാൽ നന്ദിയാണ്, നന്ദി കാണിക്കലാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, കൊറോണ കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും കൊറോണ വരുന്നുണ്ടെന്ന് കേൾക്കുന്നു. ചൈന അത് നിഷേധിച്ചിട്ടുണ്ട്, ആരൊക്കെ വെറുതെ പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. എന്താകട്ടെ, കൊറോണ കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നു. നമ്മളിൽ ആരൊക്കെയുണ്ട് ഈ കൊറോണയെ ഇവിടെ നിന്നും ഇല്ലാതെയാക്കിയ അള്ളാഹുവെ നിനക്കാണ് സർവസ്തുതിയുമെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു ശുക്രിന്റെ സുജൂദ് ചെയ്തവർ? അതെങ്ങനെ ചെയ്യണം നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കും. ശുക്രിന്റെ സുജൂദ് എന്ന് പറഞ്ഞൊരു സുജൂദുണ്ട്. നേരത്തെ പോയി ഫുട്ബോളിന്റെ കഥ പറഞ്ഞതുപോലെ ക്രിക്കറ്റ് താരങ്ങളൊക്കെ നല്ല വിശ്വാസികളായി ക്രിക്കറ്റ് താരങ്ങൾ സിക്സർ അടിച്ചവരെ ശുക്രിന്റെ സുജൂദിൽ വിടാറുണ്ട്. കാരണം ഈ സിക്സർ പോലും എന്റേതല്ല, ഇതെന്റെ തമ്പുരാന്റെ കയ്യിൽ നിന്ന് വന്നതാണെന്ന് അറിയിച്ചുകൊണ്ട്. ചില ഫുട്ബോൾ താരങ്ങൾ ചിലപ്പോൾ ഗോളടിച്ചാൽ വരെ അത് ചെയ്യാറുണ്ട്. അത് വേണോ വേണ്ടതൊക്കെ വേറെ കാര്യങ്ങളാകാം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ കാര്യത്തിൽ നമ്മളത് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ കിഡ്നി രോഗം വരാതെയാണ് അള്ളാഹു കാക്കട്ടെ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഈ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ കിഡ്നി രോഗം ഒന്നും ഉണ്ടാവണമെന്നില്ല, ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. പക്ഷേ എനിക്കിപ്പോ 46-ാമത്തെ വയസ്സാണ്. നിങ്ങൾക്ക് എത്രയാണോ അത്ര വയസ്സ്. ഇത്രയും വയസ്സിന്റെ കാലം വരെ എനിക്ക് കിഡ്നിക്ക് ഒരു അസുഖവും തരാത്ത തമ്പുരാനെ നിനക്കാണ് സർവസ്തുതിയും എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അള്ളാഹുവിന്റെ മുമ്പിൽ ശുക്രിൽ വീണിട്ടുണ്ടാവും. ലഇൻ ശക്കർതും ലഅസീദന്നകും. ഉലമാക്കൾ പറയുന്നുണ്ട്, കിതാബുകൾ എഴുതി വെച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നിടത്ത് ഒരു ഉത്തരമേ പറഞ്ഞിട്ടുള്ളൂ. എന്താ അത്? നിങ്ങൾ എന്നോട് ഉദഊനി അസ്തജിബ് ലക്കും, എന്നോട് പ്രാർത്ഥിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് ഒരു ഗ്യാരണ്ടിയാണ്. പക്ഷെ ശുക്ർ ചെയ്താൽ 2 ഗ്യാരണ്ടിയാണ്. ലഇൻ ശക്കർതും ലഅസീദന്നകും, ഉറപ്പായിട്ടും. നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒന്ന് എടുത്തു നോക്കുക. ഐ വിൽ ഗിവ് എന്നാണ് ഇപ്പുറത്ത് കാണുക, ഐ വിൽ ഷുവർലി ഗിവ് യു എന്നാണ് അപ്പുറത്ത് കാണുക. ഐ വിൽ ഷുവർലി, ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരും. അത് ശുക്ർ ചെയ്താലാണ്. നമ്മളിൽ എത്ര പേരുണ്ട് ഇങ്ങനെ, പടച്ചവനെ എനിക്കൊരു വീട് തന്നല്ലോ നീ, അതിന്റെ ശുക്രിലായി കിടക്കുന്ന എത്ര പേരുണ്ട്? പടച്ചവനെ കിഡ്നിയുടെ അസുഖം തരാതെ, അതേപോലെ തന്നെ മറവിയുടെ അസുഖം തരാതെ ഇപ്പോഴും എന്റെ ബ്രെയിനെ ശക്തമായി നിർത്തുന്ന തമ്പുരാനെ നിനക്കാണ് സർവസ്തുതിയുമെന്ന് നമ്മളിൽ എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അള്ളാഹുവിന്റെ മുമ്പിൽ. നമ്മളിങ്ങനെ ഇനിയും കിട്ടാനുള്ളതിലേക്കാണ്. പിന്നെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നില്ല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, പ്രാർത്ഥനയിൽ ചില സ്വാർത്ഥതകളുണ്ട്. എന്തെങ്കിലും കിട്ടാനാണ് നമ്മൾ ദ്വാരന്നുകൊണ്ടിരിക്കുന്നത്. ദ്വാരക്കണ്ടെന്നല്ല, എല്ലാ അള്ളാഹിനോടെ ദ്വാരക്കണ്ട്. പക്ഷേ ശുക്രിൽ ഒരിക്കലും സ്വാർത്ഥതയില്ല. നമുക്ക് കിട്ടിയതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം. കിട്ടിയതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു അത് അധികരിപ്പിച്ച് തന്നുകൊണ്ടിരിക്കും.
അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വീട് തന്നവർക്ക് തന്നു, ശുക്ർ ചെയ്യുക. എന്നാൽ പ്ലാനിങ്ങിന്റെ ഭാഗമായി ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് മാസത്തിൽ 25,000 രൂപ ഉണ്ടെങ്കിൽ അതിന്റെ മാസത്തിലെ ചെലവ് 15,000 രൂപയാണെങ്കിൽ 10,000 രൂപ മിച്ചം വെച്ചാൽ ഒരു വർഷം കൊണ്ടുണ്ടാകുന്ന 1,20,000 രൂപയാണ്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 ലക്ഷത്തിന്റെ ഒരു വീട് വെക്കണമെങ്കിൽ 10 ലക്ഷം കഴിഞ്ഞാലേ പറ്റൂ. ആരടുത്തൊന്നും മെരക്കാതെ ആരോടും ചോദിക്കാതെ 12 ലക്ഷം രൂപയുടെ വീട് വെക്കണമെങ്കിൽ 10 വർഷം ഞാൻ ഇതേപോലെ ബാലൻസ് വെച്ചാലേ നടക്കൂ. അതാണ് ബജറ്റ്. അതാണ് ബജറ്റ്. കുട്ടികൾ ഇപ്പൊ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലാണ് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലാണ്. അവന് ഇന്നതുപോലെ എത്തിക്കണം. ഉദാഹരണത്തിന് മെഡിക്കൽ അവന് ഇന്നടത്ത് എത്തിക്കണം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൽ ഇന്നടത്ത് എത്തിക്കണം. അപ്പൊ മെഡിക്കലിലേക്ക് സാധാരണ ലെവലിൽ അവന് എൻട്രൻസ് കിട്ടിയാൽ തന്നെ ഫീസ് ഇന്നതാണ്. അപ്പൊ ആ ഫീസ് ഞാൻ അടക്കണമെങ്കിൽ ഇത്ര മാസം ഇത്രയായിട്ട് ഞാൻ മാറ്റിവെക്കേണ്ടതുണ്ട് എന്നതാണ്. ഇനി ബജറ്റിന്റെ മറ്റൊരു ഭാഗം പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ നമ്മൾ ആരും ഈ പെൺകുട്ടികൾ ജനിച്ചതിന്റെ പേരിൽ ആൺകുട്ടികൾ ജനിച്ചതിന്റെ പേരിൽ ഒരു വിഷമത്തിലും ആകേണ്ടതില്ല. ഞാൻ ഈ കംബോഡിയ അതേപോലെ തന്നെ ഇന്തോനേഷ്യ പോലുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ഒരു ബജറ്റ് നോക്കുന്ന സമയത്ത് ഭയങ്കര ഈസിയാണ്. നമുക്കൊരു ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ 10 സെന്റോ 20 സെന്റോ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടി ജനിക്കുന്ന അന്ന് ഏകദേശം ഒരു 10 തേക്കും തൈ നട്ടാൽ മതി. ഞാൻ മനസ്സിലായോ? ഒരു തേക്കിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ 20 വർഷമാണ്. 20 വർഷം കൊണ്ട് ഏറ്റവും ടോപ്പ് റേഞ്ചിൽ ആ തേക്കെത്തും. ഊതാണ് നിങ്ങൾ നടുന്നതെങ്കിൽ, ഞാൻ ഊതിനെ പ്രൊമോട്ട് ചെയ്യല്ല, ഞാനും നട്ടിട്ടുണ്ട് നമ്മുടെ പേരിലൊന്നും. ഊതാണ് നടുന്നെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി പൈസ നമുക്ക് കിട്ടും. അതിൽ കൃത്യമായിട്ട് ഊതുണ്ടെങ്കിൽ. ഇനി തേക്കിലേക്ക് വരെ ഊത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, അവിടെ ഊതാൻ നടല്. നമ്മളൊരു 10 തേക്കും തൈ നട്ടു എന്ന് വെക്കുക. നമ്മുടെ പ്രിയങ്കരനായ റഷീദ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ വഖഫ് ബോർഡിന്റെ ചെയർമാനായപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ബഹ്റൈൻ ഖത്തറൊക്കെ ഒരു യാത്ര പോയി. ആ സമയത്ത് ഞങ്ങൾ റൂമിൽ ഇരുന്നിട്ടൊരു ഡിസ്കഷനൊക്കെ നടത്തി. അത് പിന്നെ ആകെപ്പാടെ പൊട്ടിപ്പാളിസായിപ്പോയി. എന്തായിരുന്നറിയോ? അതായത് മഹലിന്റെ കീഴിൽ കുറെ പറമ്പുകൾ എടുക്കുന്നുണ്ടല്ലോ, വഖഫ് സ്വത്തുകൾ. അതിൽ മുഴുവൻ തേക്ക് നടുക. തേക്ക് നട്ട് കഴിഞ്ഞാൽ ഏകദേശം കേരളത്തിലുള്ള വഖഫ് സ്വത്തിലൊന്നാകെ തേക്ക് നട്ട് കഴിഞ്ഞാൽ ഓരോ തേക്കിനും 4 ലക്ഷം 5 ലക്ഷം രൂപ കിട്ടും. ആ സമയത്ത് ചിലപ്പോൾ 10 ലക്ഷമൊക്കെ കിട്ടും. 10 തേക്കുണ്ടെങ്കിൽ 1 കോടി കിട്ടും. നമ്മൾ ആ സമയത്തും കുട്ടിനെ കെട്ടിക്കാൻ പൈസ ഇല്ലയോ എന്നും പറഞ്ഞാണ് നമ്മൾ നടക്കും. നേരെ മറിച്ചിട്ട് ഒരു 10 തേക്ക് നടുകയാണെങ്കിൽ അതിനെ പരിപാലിക്കുകയാണെങ്കിൽ അത് ബജറ്റിന്റെ ഭാഗമാണ്. ഞാൻ പറയാൻ മനസ്സിലുണ്ടോ? ആ പള്ളിയിലാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാകട്ടെ നമുക്ക് ചിലപ്പോൾ ഒഴിഞ്ഞെടുക്കുന്ന ഒരു 10-20 സെന്റ് സ്ഥലം ഉണ്ടാവും. 20 സെന്റ് സ്ഥലത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 4-5 തേക്ക് നടാം. ആ തേക്കിന് ആ കുട്ടി വലുതായി ഒരു 17-18 ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ 18 വയസ്സാകുമ്പോഴേക്ക് നിങ്ങൾക്ക് 25 ലക്ഷം രൂപക്കെങ്കിലും ആ തേക്ക് വിൽക്കാം. അപ്പൊ നമ്മുടെ എല്ലാ ബജറ്റുകളും അങ്ങനെ നടക്കും. ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് അങ്ങനെ ഞാനൊരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ബിസിനസ് പറയാമെന്ന് വിചാരിക്കണ്ട. എനിക്കാരും ഷെയറും തരില്ല, നമ്മളതിൻ്റെ ആളുമല്ല. പക്ഷേ നിങ്ങൾ വീട്ടിൽ ഏകദേശം ഒരു 50 പവനുണ്ടെങ്കിൽ അത് എത്ര രൂപയുടെ ഇതാണെന്നറിയോ? എത്ര രൂപയുടെ 50 പവൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വില പ്രകാരം 25 ലക്ഷം രൂപയുടെ സാധനമാണ്. അങ്ങനെ തന്നെയല്ലേ? അല്ലേ? 40 ഏകദേശം ഒരു 50 പവൻ 20 ലക്ഷം രൂപയുടേതാണ്. 2 മരക്കാളേതെടുത്തിട്ട് നിങ്ങൾ അതിങ്ങനെ അൽമാറി വെക്കുന്നതിന് പകരം നല്ല ലെവലിൽ നടക്കുന്ന ഏതെങ്കിലും ബിസിനസ്സിലിട്ടുള്ള പൊളിയരുത്. അതും കൂടി ശ്രദ്ധിച്ചോളൂ. ബജറ്റ് പറയുമ്പോൾ 2 രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഒന്ന് വേഗ് ഇൻവെസ്റ്റ്മെന്റ്, മറ്റൊന്ന് കോൺക്രീറ്റ് ഇൻവെസ്റ്റ്മെന്റ്. എന്താ വേഗ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? വേഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിങ്ങനെ പോവുക, കാപ്പാടുന്ന റോട്ടിൽ ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ട് ഒരു ബിൽഡിംഗ് 2 ലക്ഷം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ വാടകക്ക് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് തോന്നി ഇവിടെ ഒരു ഹോട്ടലാണ്ട് തുടങ്ങണം. ഞാൻ ഗൾഫുകാരോടും കൂടിയാ പറഞ്ഞത്. ഗൾഫുകാരുടെ മുഴുവൻ പൈസയും പോണത് എങ്ങനെ 20 കൊല്ലം അധ്വാനിച്ചിട്ട് ആ പാവ ഒരു 30 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കും. ബാക്കിയൊക്കെ ആ 30 ലക്ഷം ഉറുപ്പ്യ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടാണ് പോണത്. ആ പോണത് 30 ലക്ഷം ഉറുപ്പ്യ അല്ല, അയാളുടെ 20 കൊല്ലത്തെ അധ്വാനം. ഗൾഫുകാർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ചതി ഇതാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ബജറ്റ് പറയുമ്പോൾ 80-85% ആളുകളും അവനവന്റെ പൈസ കൊണ്ടുപോയി കുഴിച്ചിടുന്നത് വേഗ് ഇൻവെസ്റ്റ്മെന്റിലാണ്. എന്നാൽ നമുക്ക് സ്വന്തമായിട്ട് ലാൻഡ് ഉണ്ടാവില്ല, സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉണ്ടാവില്ല. ആരുടെയോ ബിൽഡിംഗ് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് തള്ളും. ആരുടെയോ ബിൽഡിംഗ് പോയിട്ട് ഞാനൊരു ഇതേമാതിരി തന്നെ ഒരു ഡിസ്പ്യൂട്ടിൽ പങ്കെടുത്തപ്പോൾ 16 കോടിയോളം രൂപ ഏതോ ഒരു ടൗണിലെ ബിൽഡിംഗ്, ഇന്ന ടൗൺ എന്ന് പറഞ്ഞില്ല, ഇന്ന പ്രൊജക്റ്റ് ഒന്നും പറഞ്ഞില്ല, 16 കോടി രൂപ ആരാന്റെ ബിൽഡിംഗ് പോയിട്ട് എക്സ്റ്റീരിയറും ഇന്റീരിയറും ചെയ്തിട്ട് വലിയ ഹോസ്പിറ്റൽ തുടങ്ങിയിരിക്കുകയാണ്. ഈ 16 കോടി എങ്ങനെ മുതലാക്കും? അതുകൊണ്ട് അവനവന്റെ പറമ്പ്, അവനവന്റെ ലാൻഡിൽ അവനവന്റെ ബിൽഡിംഗ് ആയിട്ട് തുടങ്ങിയാൽ അതിലിനി പ്രൊജക്ട് നടന്നില്ലെങ്കിലും എന്താകും? സംഭവങ്ങളൊക്കെ നടക്കും. ഇതേപോലെ വ്യക്തമായി അധികം പൈസ ഇറക്കാത്ത ഏതെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ അതിലിറക്കിയാൽ നിങ്ങൾ ഈ പറയുന്ന സാമ്പത്തിക സുസ്ഥിതി എന്ന് പറഞ്ഞ് കുറച്ചും കൂടി ഉഷാറിലേക്ക് പോകും.